ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഉമ്മയും മോനും എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നത് ഒരു പലഹാരത്തിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് വന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ മൈദ കലക്കി വെച്ച് ഉള്ളി ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ്, കരിവേപ്പില. അപ്പം ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അത് മൂത്ത് വന്നാൽ ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിതാ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റാം. ചോന്ന് വരട്ടെ. ഇതിലേക്ക് മല്ലിച്ചപ്പും കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അവിടെ ലൈറ്റ് അപ്പോൾ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ എരിവിന് ഒരു മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചത് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും ഇത് ഉരുളക്കിഴങ്ങും എല്ലാം കൂടിയിട്ട് ഈ ഉള്ളിൻ്റെ മസാലയും ഉരുളക്കിഴങ്ങും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പിട്ടോട്ടെ നമ്മൾ ആവശ്യത്തിന്. ഉപ്പിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് ഇവിടെ റെഡിയായി. ഇനി ഇത് പൊരിക്കാനായിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ ഈ ഗ്യാസിൽ തന്നെ വെച്ച് കൊടുക്കും. ഇതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഞാനിതാ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് ഇതേപോലെ ഒരു ബോളായിട്ട് ഉരുട്ടി വെക്കുന്നത്. ഇതിങ്ങനെയല്ല, ഇതേപോലെ ഇങ്ങനെ ബോളായി വെച്ചിട്ട് മൈദ വാങ്ങുമ്പോൾ ഞാൻ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് ആ കൂട്ടും കൂട്ടി പൊരിച്ചെടുക്കാം. ഞാൻ എളുപ്പക്കാൻ ഇതൊന്ന് ഫുള്ള് ഇട്ടട്ടെ.
നല്ല അടിപൊളി മൈദ മാവും കൂട്ടിയിട്ടുള്ള ബോണ്ട. ചൂട് ഇപ്പം ഞാനിതിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് മൈദയും ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ കലക്കിയത് ഇവിടെ വെച്ചത്. അപ്പം ഇതിലേക്ക് ഇത് ഓരോന്നായിട്ട് നമുക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ട് വെക്കാം. നേരിട്ട് ഓരോരു ബോൾ ഇങ്ങനെത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതേപോലെ എടുക്കാം. പൊരിച്ചെടുക്കാം. ഇനി ഇത് പൊരിഞ്ഞതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ ഇതാ. അപ്പം നമ്മുടെ ബോണ്ട ഇത് ഞാൻ ഇപ്പോൾ ഇട്ടത് പൊരിഞ്ഞ് വന്നിട്ട് ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ അതും ഇവിടെ ഞാനിതാ ഉരുട്ടി വെച്ച് ഇതും ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ അപ്പം ഇതുപോലെ ഇതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ എല്ലാം പൊരിച്ചെടുക്കാം. അപ്പം നമ്മളെ ബോണ്ട ഇതാ റെഡിയായി. ഞാൻ ഇവിടെ വെച്ചിട്ട് ഇപ്പം ഉരുളക്കിഴങ്ങും മൈദയും മസാല ഉണ്ടാക്കി മൈദയിൽ മുക്കിയിട്ട് പൊരിക്കാം. അതായത് അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാം. വൈകുന്നേരം ചായക്കൊക്കെ നല്ലൊരു പലഹാരമായിട്ട് കഴിക്കാം. അപ്പോൾ ഇതേപോലെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ്.